ഇവിടുത്തെ യുവജനങ്ങളോടാണ്. ദയവ് ചെയ്ത് ഈ ലൈക്കും ഷെയറും ഈ വാട്സാപ്പിലുള്ള സ്റ്റാറ്റസും നിർത്തിയിട്ട് ഒന്ന് ഇറങ്ങുക. ഇന്നിപ്പോൾ ഒരു സമരത്തിന് വന്ന് 90% ആളുകൾ 60-50 വയസ്സ് പ്രായമുള്ള ആളാണ്, 85 വയസ്സുള്ള ആൾ വന്ന്. നിങ്ങൾ എന്തിനാ ഈ ഫോണും പിടിച്ചുകൊണ്ടിരിക്കുന്ന? ഇരിക്കുന്ന ഭരണാധികാരികൾ പ്രതിപക്ഷത്ത് ഇരുന്നപ്പോൾ അവർക്ക് ഡാമിന് ശക്തിയില്ലായിരുന്നു. ഭരണപക്ഷത്ത് വന്നപ്പോൾ ശക്തിയുള്ള ഡാമായി. നമ്മൾ ഇതിൽ നിന്നൊക്കെ എന്താ മനസ്സിലാക്കേണ്ടത്? ജനങ്ങളോട് ആത്മാർത്ഥതയുള്ള ഭരണകർത്താക്കളായിരുന്നുവെങ്കിൽ ഇങ്ങനെയൊക്കെ വാക്കിന് വ്യവസ്ഥയില്ലാതെ പറയുമായിരുന്നോ? ഇപ്പോൾ വയനാട്ടിലെ പ്രതിസന്ധികൾ വന്ന് ദുരിതങ്ങൾ വന്നു, അത് കണ്ടപ്പോൾ മാത്രമാണ് ജനങ്ങൾ ഒന്ന് ഉണർന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇല്ലെങ്കിൽ നമ്മൾ അവനവനിസത്തിൽ കഴിയുന്ന ഒരു ജനവിഭാഗമായി മാറിക്കൊണ്ടിരിക്കുകയാണ് കേരള ജനത. അത് മാറി പ്രബുദ്ധരാണെന്ന് വെറുതെ സ്വയം നടിക്കാതെ പ്രബുദ്ധതയുള്ള മനുഷ്യരായിട്ട്, മനുഷ്യത്വമുള്ളൊരു മനുഷ്യരായിട്ട് മാറുകയാണ് നമ്മൾ വേണ്ടത്. എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് അമൃത പ്രീതം. ഞാൻ സേവ് കേരള ബ്രിഗേഡിൻ്റെ ജനറൽ സെക്രട്ടറിയാണ്. സേവ് കേരള ബ്രിഗേഡ് എന്ന സംഘടന മുല്ലപ്പെരിയാർ ഡാം ഡീകമ്മീഷൻ ചെയ്യണമെന്ന് പ്രവർത്തിക്കുന്ന ഒരു സംഘടനയാണ്. അഡ്വക്കേറ്റ് റസൽ ജോയ് സാറാണ് അതിൻ്റെ പ്രസിഡൻറ്റ്. 18 മുതൽ വെള്ളപ്പൊക്കം വന്നത് മുതൽ എൻ്റെ വീട്ടിലും വെള്ളം കയറി. അങ്ങനെ അതിൻ്റെ ദുരിതങ്ങൾ അനുഭവിച്ചത് കൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു പ്രവർത്തനത്തിലേക്ക് എത്തിച്ചേർന്നത്. ഇപ്പോൾ മുല്ലപ്പെരിയാർ ഡാം തകർന്നു കഴിഞ്ഞാൽ അതിൻ്റെ ദുരിതങ്ങൾ അനുഭവിക്കേണ്ടത് അതിന് താഴെയുള്ള ഒരു 6 ജില്ലക്കാരുടെ പ്രശ്നം മാത്രമല്ല. ഇത് കേരളത്തെ മൊത്തം ബാധിക്കുന്ന, ഇന്ത്യയെ ബാധിക്കുന്ന ഒരു വലിയൊരു പ്രശ്നം തന്നെയാണെന്നുള്ള കാര്യം എല്ലാവരും മനസ്സിലാക്കണം. അപ്പോൾ ഇത്ര ഏറെ ഇപ്പോൾ വയനാട്ടിലെ പ്രതിസന്ധികൾ വന്ന് ദുരിതങ്ങൾ വന്നു, അത് കണ്ടപ്പോൾ മാത്രമാണ് ജനങ്ങൾ ഒന്ന് ഉണർന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇല്ലെങ്കിൽ നമ്മൾ അവനവനിസത്തിൽ കഴിയുന്ന ഒരു ജനവിഭാഗമായി മാറിക്കൊണ്ടിരിക്കുകയാണ് കേരള ജനത. അത് മാറി പ്രബുദ്ധരാണെന്ന് വെറുതെ സ്വയം നടിക്കാതെ പ്രബുദ്ധതയുള്ള മനുഷ്യരായിട്ട്, മനുഷ്യത്വമുള്ളൊരു മനുഷ്യരായിട്ട് മാറുകയാണ് നമ്മൾ വേണ്ടത്. ഇങ്ങനെ അധികാരികൾ പോലും അവർ പ്രതിപക്ഷത്തിരുന്നപ്പോൾ അവർ ഡാമെല്ലാം ശക്തിയില്ലാത്ത, എത്രയും പെട്ടെന്ന് പുതിയ ഡാം ഉണ്ടാക്കണമെന്ന് പറയുന്ന ഭരണാധികാരികൾ, ഇപ്പോൾ ഇരിക്കുന്ന ഭരണാധികാരികൾ പ്രതിപക്ഷത്ത് ഇരുന്നപ്പോൾ അവർക്ക് ഡാമിന് ശക്തിയില്ലായിരുന്നു. ഭരണപക്ഷത്ത് വന്നപ്പോൾ ശക്തിയുള്ള ഡാമായി. നമ്മൾ ഇതിൽ നിന്നൊക്കെ എന്താ മനസ്സിലാക്കേണ്ടത്? ജനങ്ങളോട് ആത്മാർത്ഥതയുള്ള ഭരണകർത്താക്കളായിരുന്നുവെങ്കിൽ ഇങ്ങനെയൊക്കെ വാക്കിന് വ്യവസ്ഥയില്ലാതെ പറയുമായിരുന്നോ? ഇല്ലെങ്കിൽ പഠന റിപ്പോർട്ടുകൾ, ന്യൂയോർക്ക് ടൈംസിൻ്റെ ഉൾപ്പെടെ ഒത്തിരി പഠന റിപ്പോർട്ടുകൾ വന്നിട്ടുണ്ട്. ഈ ഡാം അത്രയും വീക്കാണെന്നുള്ള കാര്യം പല പഠന റിപ്പോർട്ടുകളിലും വന്നിട്ടുണ്ട്. അത് സത്യമാണെന്നറിഞ്ഞിട്ടും അത് വകവെക്കാതെ നീട്ടി കൊണ്ടുപോകാനുള്ളൊരു പ്രവണത അത് വലിയൊരു ദുരന്തത്തിലേക്ക് എത്തിച്ചേരും. അതിനു മുൻപ് ഉടനടി ഇതിനൊരു പരിഹാരം കാണുക. വാട്ടർ ലെവൽ കുറച്ചോ അല്ലെങ്കിൽ മറ്റ് സാഹചര്യങ്ങളുണ്ടാക്കി പുതിയ ഡാം, ഇത് നമ്മൾ ആഗ്രഹിക്കുന്നതല്ലേ, പുതിയ ഡാം ഇനി അടുത്ത തലമുറക്കും കൂടി ഒരു പ്രശ്നമാകുന്നു. അതുമല്ല, പരിസ്ഥിതി ലോല പ്രദേശങ്ങളായിട്ട് പോലും ഇനിയും ഡാമിനെ പറ്റി ചിന്തിക്കുന്ന ഈ അധികാരികളുടെ ആത്മാർത്ഥത എന്താണെന്ന് മനസ്സിലാകുന്നില്ല. അപ്പോൾ അങ്ങനെ പുതിയ ഡാമിനെ പറ്റി ചിന്തിക്കാതെ ഇനിയൊരു ദുരന്തം, കാലാവസ്ഥാ വ്യതിയാനങ്ങൾ സംഭവിച്ചു പെട്ടെന്ന് മാറിക്കൊണ്ടിരിക്കുന്നൊരവസ്ഥയിൽ നമുക്ക് ഉടനടി ഒരു പരിഹാരമാണ് മുല്ലപ്പെരിയാർ ഡാമിൻ്റെ കാര്യത്തിൽ വേണ്ടത്. അതുപോലെ തന്നെ കുളമാവ് ഡാമും ഒക്കെ വളരെ ദുർബലമായൊരവസ്ഥയിലാണുള്ളത്. ഒരു ഡാമിൻ്റെ കാര്യം മാത്രമല്ല ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഈ ഡാമിന് പിന്നാലെയുള്ള 10-11 ഡാമുകൾ എല്ലാം ഒരു പ്രശ്നത്തിലിരിക്കുന്ന സാഹചര്യത്തിൽ ചെറിയ നമ്മുടെ ഇടുക്കി ഡാം താങ്ങിക്കൊള്ളും എന്ന് പറയുന്ന ഒരു അതിൻ്റെ ഇടുക്കി ഡാം, മുല്ലപ്പെരിയാർ ഡാം പൊട്ടുമ്പോൾ ഇടുക്കി ഡാം താങ്ങിക്കൊള്ളും എന്ന് പറയുന്നവരുടെ മാനസികാവസ്ഥ എന്താണെന്ന് മനസ്സിലാകുന്നില്ല. അതിൻ്റെ ഇടയ്ക്കുള്ള ജനങ്ങളുടെ ജീവൻ വിലയുള്ളതല്ലേ? അത് നമ്മൾ ശ്രദ്ധിക്കേണ്ട. എന്തുകൊണ്ട് ജനങ്ങൾ ഇങ്ങനെ പറയുന്നു? 10-75,000 ജനങ്ങൾ അവിടെയുണ്ട്. അതിൻ്റെ 2 ഡാമുകൾക്കിടയിൽ ജീവിക്കുന്നുണ്ട്. ഞാൻ 2021 അവിടെ പോയത് കൊണ്ട് പറയുന്നതാണ്. പല തവണ ഡാം തുറന്ന് വെള്ളം ഒഴുക്കി വിട്ടപ്പോൾ 120 വീടുകളിലാണ് അവിടെ വെള്ളം കയറുന്നത്. ആ അമ്മമാരും കുഞ്ഞുങ്ങളും നമ്മുടെ പുറകെ നടക്കുകയാണ്, നിങ്ങൾ എന്തെങ്കിലും ഒരു പരിഹാരം ഇതിന് കാണണമെന്ന്. മുല്ലപ്പെരിയാർ ഡാം ഡീകമ്മീഷൻ ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് സേവ് കേരള ബ്രിഗേഡിൻ്റെ പ്രസിഡന്റ് അഡ്വക്കേറ്റ് റസൽ ജോയ് സാറ് change.org എന്ന ഒരു സൈറ്റിൽ ഒരു ഓൺലൈൻ പെറ്റീഷൻ കൊടുത്തിട്ടുണ്ട്, പ്രധാനമന്ത്രിക്കുള്ള ഓൺലൈൻ പെറ്റീഷൻ. അതിൽ നിങ്ങളെല്ലാവരും സൈൻ ചെയ്യണം. നിങ്ങളുടെ പേരും ഇമെയിൽ ID ഉപയോഗിച്ച് നിങ്ങൾക്ക് സൈൻ ചെയ്യാം. അപ്പോൾ അത് സൈൻ ചെയ്യുന്ന സമയത്ത് അത് ഈ ഓൺലൈൻ change.org എന്ന സൈറ്റ് സംഭാവന ആവശ്യപ്പെടാം. അതൊഴിവാക്കി നിങ്ങൾക്ക്
നിങ്ങൾക്ക് സൈൻ ചെയ്യാം. ഇപ്പോൾ ഏകദേശം 19 ലക്ഷം 20 ലക്ഷത്തിനോടടുത്ത് ആളുകൾ സൈൻ ചെയ്തിട്ടുണ്ട്. എത്രയും വേഗം അതൊരു 50 ലക്ഷമാക്കണം. നമ്മൾ 3.5 കോടി ജനങ്ങളുള്ള കേരളത്തിൽ ഇങ്ങനെ ഒരു ആവശ്യം പറഞ്ഞ് മുന്നോട്ട് വരുമ്പോൾ നമ്മുടെ യുവതലമുറ റീൽസ് എല്ലാം കാണുന്ന ഒരു സമയത്തുണ്ടല്ലോ, നിങ്ങൾ ജനങ്ങളുടെ ഒരു ജീവന് വേണ്ടി ഇങ്ങനെയുള്ള ഒരു കാര്യം അത് ഓൺലൈൻ പെറ്റീഷനിൽ സൈൻ ചെയ്യണമെന്ന് അപേക്ഷിക്കുകയാണ്. നിങ്ങൾ യുവജനങ്ങൾക്ക് എത്രയും വേഗം ഇത് ഒരു കോടിയെങ്കിലും എത്തിക്കാനായിട്ടുള്ള കഴിവുണ്ട്. നിങ്ങളിത് ഏറ്റെടുക്കണം. ഓൺലൈൻ പെറ്റീഷൻ എല്ലാവരും ജോയിൻ ചെയ്യണം. കേരളത്തിലെ എല്ലാ കോളേജിലെ കുട്ടികളും സൈൻ ചെയ്യണമെന്ന് അപേക്ഷിക്കുകയാണ്. നമുക്ക് സങ്കടം തോന്നും. ഇതൊക്കെ നമ്മൾ ഇപ്പുറത്ത് ജീവിക്കുന്ന ആളുകൾക്ക്, ഇപ്പുറത്ത് ജീവിക്കുന്ന ആളുകൾക്ക് ഇതൊന്നും മനസ്സിലാവുന്നില്ല. അപ്പോൾ ഇങ്ങനെ കുറേ അമ്മമാരുടെയും ഈ സ്ത്രീ ശാക്തീകരണത്തിന് പ്രാധാന്യം കൊടുക്കുന്ന നമ്മുടെ പ്രധാനമന്ത്രി തന്നെ ഇതിനൊരു പരിഹാരം കണ്ടെത്തണമെന്നാണ് ഞങ്ങളുടെ അമ്മമാരുടെ കുഞ്ഞുങ്ങളുടെ എല്ലാം മനസ്സമാധാനമുള്ളൊരു ജീവിതത്തിന്, ഞങ്ങൾക്ക് സമാധാനമായി ഉറങ്ങാനും സമാധാനമായി ജീവിക്കാനുമുള്ളൊരു സാഹചര്യം എത്രയും വേഗം ഭരണാധികാരികൾ കണ്ടെത്തണമെന്ന് അപേക്ഷിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. നമസ്കാരം. എൻ്റെ പേര് ജയ്ശങ്കർ. ഞാൻ ഈ സേവ് കേരള ബ്രിഗേഡുമായിട്ട് ബന്ധപ്പെട്ടിട്ട്, എൻ്റെ സ്വന്തം സ്ഥലം കൊല്ലമാണ്. ഞാൻ സേവ് കേരള ബ്രിഗേഡുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഇപ്പോൾ 2 കൊല്ലമായി. എനിക്ക് പറയാനുള്ളത് ഇതിൻ്റെ ടെക്നിക്കൽ സൈഡോ ഇതിൻ്റെ ഡാം ഡീകമ്മീഷൻ ചെയ്യണോ അതിനെപ്പറ്റി എനിക്ക് അറിയില്ല. അപ്പം അഡ്വക്കേറ്റ് റസൽ ജോയ് സാർ എന്ത് പറയുന്നു അത് ലോജിക്കലായിട്ട് ആലോചിച്ചപ്പം ശരിയെന്ന് തോന്നി ഇറങ്ങിയ ആളാണ് ഞാൻ. ഈ മാഡത്തിന് എന്ത് പ്രായമുണ്ടെന്ന് നിങ്ങൾക്ക് കാണാം. ഇത്രയും പ്രായമുള്ള ഒരാൾ കഴിഞ്ഞ 3 കൊല്ലമായിട്ട് ഒരു ലാഭവും ഇല്ലാതെ ഇതിൻ്റെ പുറകെ ഇറങ്ങുമ്പോൾ എനിക്ക് പറയാനുള്ളത് ഇവിടുത്തെ യുവജനങ്ങളോടാണ്. ദയവ് ചെയ്ത് ഈ ലൈക്കും ഷെയറും ഈ വാട്സാപ്പിലുള്ള സ്റ്റാറ്റസ് നിർത്തിയിട്ട് ഒന്ന് ഇറങ്ങുക. ഇന്നിപ്പോൾ ഒരു സമരത്തിന് വന്ന് 90% ആളുകൾ 60-50 വയസ്സ് പ്രായമുള്ള ആളാണ്. 85 വയസ്സുള്ള ആൾ വന്ന് നിങ്ങൾ എന്തിനാ ഈ ഫോണും പിടിച്ചുകൊണ്ടിരിക്കുന്ന? നിങ്ങൾ ഇറങ്ങി. ഇതേ കാര്യം തമിഴ്നാട്ടിലായിരുന്നെങ്കിലോ ആ ജല്ലിക്കെട്ട് ഒരു ജീവന് ഭീഷണിയില്ലായിരുന്നു. എന്നിട്ട് എത്ര പേരാണ് അവിടെ ഇറങ്ങിയത്? ഇത്രയും കാര്യങ്ങൾ ചെയ്ത് ആ നിയമം തന്നെ മാറ്റി. അപ്പോൾ ഇവിടെയുള്ള യുവജനങ്ങൾ, ഈ മലയാളികൾ എന്ന് പറയുന്നത് ചോറുണ്ണുന്നവരല്ലേ, ഭയങ്കര ബുദ്ധി ഉണ്ടെന്ന് പറഞ്ഞിരിക്കുന്ന ആളോട് പറയാനുള്ളത് ദയവ് ചെയ്ത് അറ്റ്ലീസ്റ്റ് യങ്സ്റ്റേഴ്സ് എങ്കിലും പുറത്തേക്ക് ഇറങ്ങുക. ഒരു ചെറിയ സമരമുഖത്തിലെങ്കിലും വരിക. ഈ സമരം എന്ന് പറഞ്ഞാൽ രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടിയിട്ടുള്ളതല്ല. ഞാനും ഒരു രാഷ്ട്രീയക്കാരനും അല്ല, രാഷ്ട്രീയ ലാഭത്തിന് വന്ന ആളുമല്ല. അതുകൊണ്ട് ഇത്രയും പ്രായമുള്ള ഈ സ്ത്രീക്കും ഇത്രയും പ്രായമുള്ള ആളുകൾക്കും വരാമെങ്കിൽ ദയവ് ചെയ്ത് നിങ്ങളും കൂടെ ഇറങ്ങുക. ഇറങ്ങിക്കഴിഞ്ഞാൽ ഇതിന് ബലം ഉണ്ടാകും. തമിഴന്മാരത് തെളിയിച്ചതാണ്, മലയാളികൾക്കും തെളിയിക്കാൻ പറ്റും. താങ്ക് യു.